ഐഡന്റിഫൈ ചെയ്തില്ലേ ഞാൻ? കഷ്ടം കഷ്ടം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചാണെന്ന് സ്വാഗതം സ്വാഗതം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇന്ന് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് we are back with a challenging video again. വീണ്ടും ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മ്യൂസിക് റിലേറ്റഡ് ചലഞ്ച് ആണ് കേട്ടോ. ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ്. സാധാരണ ഞങ്ങൾ ചലഞ്ചസ് ഒക്കെ ഈ പറഞ്ഞ പോലെ പല യൂട്യൂബ് ചാനൽസിൽ നിന്നൊക്കെ ഞങ്ങള് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, കോപ്പി അടിക്കാറുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇത് കോപ്പി അടിച്ചതല്ല, ഇത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചലഞ്ചാണ്. പക്ഷെ ഇത് എനിക്കൊരു ചെറിയ പാരയെന്ന് തോന്നട്ടാ. കാരണം എനിക്ക് പാട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാട്ട് പാടാറില്ല, പാട്ട് നല്ലോണം ആസ്വദിക്കാറുണ്ട്. ഇതിന് ഏറ്റവും വേണ്ടത് ആസ്വാദനം. പക്ഷെ പക്ഷെ എനിക്ക് പാടാൻ അറിയില്ല, അതൊരു പോരായ്മയാണ്. അതൊരു പോരായ്മയല്ല. ലോകത്തുള്ള എല്ലാ ആളുകളും എതിരാണ്, ഒരു 70% ആളുകളും കൂടുതലും ആസ്വദിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു പാടുന്നത്. പാട്ട് ആസ്വദിക്കാറുള്ളൂ. ഈ ചലഞ്ചിന് ഏറ്റവും വേണ്ടത് ആസ്വാദനമാണ്. അത് മാത്രല്ല, പാട്ട് പാടാനും അറിഞ്ഞിരിക്കണം കുറച്ച്. എല്ലാവർക്കും പാട്ട് പാടണം. എന്നാലും അത് സാറില്ല, എന്നാലും ഞാനത് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചലഞ്ചാണ്. ഇപ്പൊ ഒരുപാട് എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ വളരെ പരിചിതമായിട്ടുള്ള പാട്ടുകള് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് ഇൻട്രോ മ്യൂസിക് തുടങ്ങുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇന്ന പാട്ടാണല്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു 10 സെക്കൻഡ് അതിന്റെ മ്യൂസിക് നമ്മള് പ്ലേ ചെയ്യും. അത് കഴിയുമ്പോ 10 സെക്കൻഡ് അല്ല, ഏതായാലും അതിന്റെ ലിറിക്കൽ ഭാഗം വരുന്നതിന് മുമ്പ് വരെ നമ്മൾ പ്ലേ ചെയ്യും. അതിലിപ്പോ ഞാനാണെങ്കിലും ഇയാളാണെങ്കിലും അത് പറയണം. അതാണ് ഈ ചലഞ്ചിന്റെ പ്രത്യേകത. ഒരു 5 മ്യൂസിക് വെച്ചിട്ടാവും. ഞാൻ ഒരു 5 മ്യൂസിക് പ്ലേ ചെയ്യും. അതിന്റെ പാട്ട് ഏതാണെന്ന് ഇതിന് ഐഡന്റിഫൈ ചെയ്യും. ഇയാൾക്ക് കൂടുതലും താല്പര്യം പഴയ പാട്ടുകളോടാണ്. പക്ഷെ എനിക്ക് പഴയ പാട്ടുകൾ താല്പര്യം ഉണ്ടെങ്കിലും ചിലപ്പോ മ്യൂസിക് കേട്ടാൽ ചിലപ്പോ എനിക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു വെല്ലുവിളിയാണ് ഈ ചലഞ്ച് എന്ന്. നമുക്ക് നോക്കാം ഏതായാലും. അപ്പൊ ആദ്യം ഞാൻ തന്നെ പ്ലേ ചെയ്യാം, കാരണം നമ്മുടെ പാട്ടുകാരന്റെ അടുത്തുള്ളപ്പോ ഞാൻ തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം, നിതിൻ അതിന്റെ പാട്ട് പാടി ഐഡന്റിഫൈ ചെയ്ത് പാടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പോയാലോ? ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, നമ്മുടെ ഈ ത്രില്ലിംഗ് ചലഞ്ച് നമ്മള് തുടങ്ങാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് ആദ്യം മ്യൂസിക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മ്യൂസിക്. അപ്പൊ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിതിൻ പാട്ട് പാടണം കേട്ടോ. എനിക്ക് പാട്ട് പാടണ്ട, നിതിൻ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് ഞാൻ പാട്ട് പാടണം. അപ്പൊ ഞാൻ ആദ്യത്തെ ആ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാണ്. ഫോണിലാണ് സാധാരണ ചെയ്യണ പോലെ നമ്മള് ഫോണിലാണ് കേട്ടോ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോട്ടോ. ലിറിക്സിന്റെ ഭാഗമാകുമ്പോ ഞാൻ നിർത്തും. പഠിക്കോ? പാട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ കൊടുത്തത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ ഈ പാട്ടിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് അറിഞ്ഞൂടാ. അത് സാരല്ല, അറിയുന്ന പോലെ കുഴപ്പമില്ല. നമുക്ക് പാട്ട് മനസ്സിലായി, സിനിമ പറയാ, അതൊക്കെ മതി. വളരെ സിമ്പിൾ ആണ്. ഇത് യോധ സിനിമയിലെ പാട്ടാണ്. ആർക്കാണ് എന്നാലും എനിക്കിഷ്ടം, നമുക്ക് പറ്റുന്നല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. റെഡി, പാടിക്കോ. യോധ സിനിമയിലെയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിട്ടത്. കാരണം നിതിന്റെ ഒരു എന്താ പറയാ വളരെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ. ഓക്കെ, പാട്, സമയം കളയണ്ട നമുക്ക്. ഓക്കെ, പഠിക്കോ? വരികള് കറക്റ്റ് അല്ല, പക്ഷെ അത് വന്നു. അതായത് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്തത്, അപ്പൊ ഫസ്റ്റത്തെ വിജയിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാണ്.
അടുത്തത് പിടിച്ചോ. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ട് ഞാൻ പറയുന്നത് ഇതിന് ഈസി ആയിരിക്കും, പക്ഷെ എനിക്ക് ചിലപ്പോ ഈസി ആണെന്നില്ലത്. ഞാനൊരു വണ്ടാഴ്ച ഇതിന് അതുകൊണ്ടാണ് ഈ ചലഞ്ച് കൊണ്ടുവന്നത് പാട്ട്. അപ്പൊ അടുത്തത്, അപ്പൊ 2 സ്കോർ ചെയ്തിരിക്കുന്നു കേട്ടോ, 2 പോയിന്റ്. അപ്പൊ ഞാൻ അടുത്തത് വീണ്ടും വരികയാണേ. അപ്പൊ 3ാമത്തെ മ്യൂസിക്കായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇതിന് ഈസിയാണ്. പഠിക്കോ, തുടങ്ങിക്കോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിന് മാത്രമല്ല, കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. എനിക്കത് മ്യൂസിക് കേട്ടാ കിട്ടും, പക്ഷെ ലിറിക്സ് കിട്ടില്ല. ഇത് ഏത് സിനിമയാണെന്നറിയോ? മിന്നാര സിനിമ പാട്ട്. എന്താണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ച്? എനിക്ക് സിമ്പിൾ ആണെന്ന് വെച്ചേ മോശം ഇത്രയും ഈസി ആയിട്ടുള്ള പാട്ടുകളൊക്കെ. അപ്പൊ 3 പോയിന്റ് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ മിക്കവാറും ഫുൾ അടിക്കും. അടുത്ത 4ാമത്തെ കേട്ടോ, അടുത്ത കേട്ടോ. എന്തൊരു കഷ്ടപ്പെടുന്നത്, മകളൊരു കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കും. ഇപ്പൊ തന്നെ പറയണോന്നാ ചോദിക്കടാ, പറഞ്ഞോ. 4ാമത്തെ ഓരോടൊക്കെ എനിക്ക് തോപ്പിക്കാൻ പറ്റുമോ? 5 എണ്ണം കിട്ടി എനിക്ക് എന്തെങ്കിലും മേടിച്ചല്ലോ. ഇതിനകത്ത് ഞാൻ ഒന്നും പറയില്ല, കാരണം ഞാൻ ചിലപ്പോ 5 എണ്ണവും പറയാൻ ചാൻസ് ഇല്ല, അതാണ് പ്രശ്നം. ആത്മവിശ്വാസം വേണമല്ലോ. പക്ഷെ എനിക്ക് ഈ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് കേട്ടപ്പോ വരികൾ കിട്ടില്ല. പഠിക്കോ. നമ്മുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്റെ ജയറാമേട്ടന്റെ പാട്ട് ഞാൻ കൂടെ പാടും, ആയിരിക്കും. വരികള് പറയട്ടെ. അപ്പൊ 4 എണ്ണം കഴിഞ്ഞിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. വെയിറ്റ്. അടുത്തത് അടുത്തത് കൊടുക്കും. അടുത്തത് 5ാമത്തെ ഇടാം. ഇതും ഞാൻ പരാജയപ്പെടാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. അഞ്ചാമത്തത് പ്രാവശ്യം പ്ലേ ചെയ്യണോ? പ്രാവശ്യം പ്ലേ ചെയ്യും. അയ്യോ, അറിയാതെ ആ ഒരു ലിറിക്സിന്റെ ഇത് കേറി വന്നു. അത് ഒരു അന്നത്തെ ഒരു ഹിറ്റ് പാട്ടായിരുന്നു കേട്ടോ അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന് ചിലപ്പോ ആ പാട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലേന്ന് എനിക്ക് അറിയില്ല. എന്നാലും അത് ആ സിനിമ പാട്ട് സിനിമ സിനിമയെങ്കിലും പറയും. ആരാണ്? പഞ്ചാബി ഹൗസാണ്. വരികൾ പറയട്ടെ. ഞാൻ പാടല്ല, ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം വേണമെങ്കിൽ. എന്ത് ചെയ്യണം? പകുതി മാർക്ക് കൊടുക്കാം അല്ലേ? ഒരെണ്ണമെങ്കിലും കുറച്ചെങ്കിലും തോപ്പിക്കാൻ പറ്റിയല്ലോ. അത് ഒരെണ്ണം കൂടി തന്നാലാ? 5 എണ്ണം തന്നിരുന്നത്. ഇപ്പൊ ഒരു വെല്ലുവിളി, ഒരെണ്ണം കൂടി നമുക്ക് കൊടുക്കാം. ഒരെണ്ണം ലാസ്റ്റ് കേട്ടോ. ഓക്കെ. ഏതാ സിനിമ? ചന്ദ്രനുദിക്കില്ല. വരികള് ലിറിക്സ് സാരമില്ല, ഇത്രയെങ്കിലും. അപ്പൊ 6 പാട്ട് നമ്മൾ കൊടുത്തു. അതില്
5.5 പോയിന്റ്. ഓക്കെ, അപ്പൊ മതി അല്ലെ, കാരണം ഒരുപാട് നമ്മൾ നീണ്ടു പോകണ്ടല്ലോ. ഇനി അടുത്ത എന്റെ ഊഴമാണ് കേട്ടോ. കുറച്ച് ഈസി ഉള്ളതാണ്. ഞാൻ എന്താ പറയാ, ശിശുവാണ് ഇതില്. ചലഞ്ചിന്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ പുള്ളിക്കാരോട് ചോദിക്കാനുമാണ്. ഇത് എന്താ പറയാ, പാടുള്ളത് കണ്ടുപിടിക്കണാണ് ഞാൻ. ഒരു പാടുള്ളതൊന്നുമല്ല. എന്നാലും എന്തൊരു കഷ്ടമുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ, ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണേ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളാണ് കൊടുത്തത്. തിരിച്ചുവച്ചിട്ടുണ്ട്, ഞാൻ നോക്കണ്ട. ഇത്രയും ഈസി ആർക്കും കിട്ടിക്കാണില്ല. ചെറിയ ക്ലൂ കൊടുക്കാം. ഈ പാട്ടിന്റെ ഇൻട്രോ മ്യൂസിക് തന്നെ ഉണ്ട് പാട്ട്. ഇതിലും വലിയ ക്ലൂ മറ്റേ സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ല, ഞാൻ ചോദിച്ചത് സിനിമ ചെറിയൊരു ആരാണ് അഭിനയിച്ചതെന്നാണ്. വല്ല ക്ലൂ. മമ്മൂട്ടി ഉണ്ട് അതില്. നായികയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. മറ്റേ തൂവാനത്തുമ്പികളുള്ള പെണ്ണ്. ദൈവമേ, മറ്റേ സിനിമ ആയിരിക്കും. നമ്മളെ ബോൾഗാട്ടി പാലസിലൊക്കെ പാടുന്ന ആ ഒരു വെള്ളത്തിന്റെ അടുത്ത് കൂടെ പാടുന്ന. അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. നീ പാട്ട് എനിക്ക് കിട്ടണില്ല. ഇത്രയും ഈസി എനിക്ക് മനസ്സിലായി, പക്ഷെ വരികൾ കിട്ടണില്ല. പാട്ട് മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമയാണെങ്കിൽ ജയിലിൽ പോണ സിനിമയല്ലേ. അയ്യോ, പാട്ട് കിട്ടാനുള്ള വരികൾ കിട്ടണില്ല. അത് പാട്ടിന് മൂളാനും കിട്ടുന്നത്. പിന്നിപ്പോ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നൊക്കെ പഴയ പാട്ടൊക്കെ എടുത്തോണ്ടെന്തെങ്കിലും വലിയ ആസ്വാദിക്കാന്നൊക്കെ പറഞ്ഞു വന്നേ. ഇല്ല, പാട്ട് പറ. അതാണ് ആ സിനിമ. ഞാൻ പറഞ്ഞ സിനിമ തന്നെയാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും പറയാനില്ല. ഇത് പറ്റൂല. ഇത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളും കൊണ്ട് വന്നിരിക്കുന്നതാണ്. പറ്റൂല. ഞാൻ മിക്കവാറും നോക്കും. ഞാനീ കളിക്കില്ല. ഈ പണ്ടൊക്കെ തോക്കെന്ന് പറയുമ്പോ ചെസ്റ്റിലെ തട്ടിക്കളല്ലേ. അല്ല, ഞാനിത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞാണ് പാട്ട് ചലഞ്ചായിട്ട് വരണ്ടെന്ന്. എന്തെങ്കിലും അറിയണ പാട്ട് തന്നെ. ഏത് പാട്ട്? ഇത് പാവള് കളിയാട്ടത്. ഇല്ല, കേട്ടില്ല. ഏതായാലും പോട്ടെ, കേട്ടില്ല. അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. ഇത് മറ്റേ നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട്. അല്ല, അതിലെ പാട്ട് ആയിരം കണ്ടുപോയി. എനിക്ക് ഇത് പാട്. ആയിരം കണ്ടുപോയി. ഇത് ഞാൻ 1000 മാർക്ക് കൊടുക്കുള്ളൂ. കാരണം അതിന്റെ ഒരു ഭാഗം അയാൾ കേട്ടുപോയി. പോട്ടെ, ഞാൻ കുറച്ച് കേട്ടോളൂ. ഞാൻ 1000 മാർക്ക് കൊടുക്കാനുള്ള വകുപ്പ് കിട്ടട്ടെ. പൂജ കിട്ടുന്നതല്ല, അപ്പുറത്ത് ജയിച്ചു പോട്ടെ. 1000 മാർക്ക് 4 മാർക്ക് കൊടുക്കൂല. അതുപോലെ കൊടുത്താൽ. നെക്സ്റ്റ് വൺ. ചെറിയ കണ്ടടിച്ച് കോപ്പി പിടിക്കാൻ. മൂന്നാമത്തത് കാണാൻ പറ്റുമോ നോക്കിയതാ. പിള്ളേര് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുമ്പോ എത്തി നോക്കൂല. അതോ എന്തോ സെർച്ച് ചെയ്തടിക്കണേ. ഞാനൊന്നും കണ്ടില്ല. തുമ്മാ മതി. അപ്പൊ മൂന്നാമത്തെ അല്ലേ? ഓക്കെ.
ആശാ സംഗീതമേള വരൂ വരൂ ദേവൻ പിറന്നിതാ തൊഴാം നാഥൻ പിറന്നിതാ. നിങ്ങളിത് കേൾക്കുന്ന ആർക്കെങ്കിലും ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായോ? ക്ലൂ ഉണ്ട്, എന്തെങ്കിലും ക്ലൂ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ക്ലൂ തരാം. ഈ നേരത്തെ പറഞ്ഞ സിനിമയിൽ അതേ പാട്ടാണ്. ഏത് മമ്മൂട്ടിയുടെ ഇതില്ലേ? നോക്കത്താതെ ഒരുത്ത്. നോക്കത്താതെ ദൂരത്ത് കണ്ട അല്ല, നോക്കത്താതെ അതല്ല, ആയിരം കണ്ണുമായി അതിലെ പാട്ട്. ആ സിനിമയിലെ പാട്ട് തന്നെയാണ്. വളരെ ഫേമസ് ആയിട്ട് പാട്ട്. ആ ക്രിസ്മസിന്റെ അന്ന് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് രാത്രിയുള്ള പാട്ട് മനസ്സിലായി, പക്ഷേ സിറ്റുവേഷൻ മനസ്സിലായി, പാട്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വിവരം കുറവാണ്. ഓക്കെ, ഞാനത് സിറ്റുവേഷനൊക്കെ പറഞ്ഞല്ലോ, എനിക്കറിയാൻ പാടില്ല. അയ്യോ, എനിക്കറിയാറുണ്ട്. അതിന്റെ മുന്നിൽ ഇത്രയും മ്യൂസിക് ഇട്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിന്റെ നമ്മളിപ്പോ കേട്ട ഒരു ഇൻട്രോ മ്യൂസിക് ഇല്ലേ, ആ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ രോമാഞ്ചം വരും. അതായത് പണ്ടത്തെ ആ ക്രിസ്മസ് കാലഘട്ടത്തിലോട്ട് നമ്മള് പെട്ടെന്ന് നമ്മളെ മനസ്സ് പോകും. ആ ഒരു ഉണ്ണീശോനെ പുൽക്കൂട്ടിൽ വെക്കുന്ന ഒരു ആ ഒരു സീനും വളരെ കാമിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പൊക്കെ ക്രിസ്മസ് ഉണ്ടെങ്കിൽ കൂടിയും പണ്ടത്തെ ആ ഒരു റെട്രോ മ്യൂസിക് കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലത്തിലെ പാട്ടുകളൊക്കെ ഭയങ്കര, ഫോർ എക്സാമ്പിൾ ഇത് ജെറി അമൽദേവിന്റെ പാട്ടാണ്. അപ്പൊ പുള്ളിയുടെ പാട്ടുകളൊക്കെ ഈ ക്രിസ്മസ് പെട്ടെന്ന് നമുക്ക് ഓടി വരും. ക്രിസ്മസ് കാലമൊക്കെ ആകാറായി, എന്നാലും പെട്ടെന്ന് നമുക്ക് ഭയങ്കര രോമാഞ്ചം വരും. ശരി, എനിക്കൊക്കെ പെട്ടെന്ന് രോമാഞ്ചം വരും. പണ്ടത്തെ ക്രിസ്മസ് കാലം ഓർന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുളിർമയായിട്ടുണ്ടാവുന്നത്. ഈ തോറ്റോട്ടിരിക്കണ എന്റെ തലയിലോട്ട് തോന്നും കേറൂല, വീണ്ടും തോറ്റിരിക്കുന്നു. അല്ല, ഈ സിനിമ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് ഉള്ള ഒരു സിനിമയാണ് നോക്കത്താ ദൂരത്ത് കണ്ടിട്ടെന്ന് പറഞ്ഞത്. ആ പാട്ടൊക്കെ ഈ ആയിരം കണ്ണുമാന്ന് കേൾക്കുമ്പോ സത്യം പറഞ്ഞാല് കണ്ണ് അറിയാറുണ്ട് ചില സമയത്ത് പാട്ട് കേൾക്കുമ്പോൾ. ഞാൻ തോറ്റു, വീണ്ടും തോറ്റു. വേണ്ട, ഒരെണ്ണം ചെയ്യാനുള്ള അവസരം. ആകെ അര പോയിന്റ്. ഓക്കെ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, എനിക്കറിയാവുന്നല്ലോ, അത് പോയി. ഇത് ഓർത്ത് പറ, ഇതൊക്കെ എന്താണ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് എന്തിട്ട്. ഒന്നുകൂടി പ്ലേ ചെയ്തു. ഒരു ക്ലൂ ഒക്കെ ചെറുതായിട്ട് ക്ലൂതാണോ? ഒരു ക്ലൂ എന്ത് പറയാനാണ്? എനിക്ക് വേണ്ട, എന്റെ തോപ്പിക്കാൻ വേണ്ടി തന്നെ ഉത്തരം പറഞ്ഞു. ചെമ്മീൻ സിനിമയിലെ പാട്ടാണ്. ആ, ചെമ്മീൻ സിനിമയിലെ കടലിനക്കരെ പോണോരെ ആ പാടല്ലേ? അല്ലേ? സിനിമ പറഞ്ഞാൽ എന്തോരം പാട്ടുണ്ട്. കടലിനക്കരെ പോണോരെ, കാടാപ്പൊന്നിന് പോണോരെ, കാടാപ്പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരൂ. ഞാൻ പാടിയത് വെറുതെ ഒരു കോമഡി, നിങ്ങൾക്കൊരു കോമഡിക്ക് വേണ്ടി മാത്രം ഞാൻ പാടിയത്. അപ്പൊ 4 കഴിഞ്ഞു, 1.5 മാർക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ.
ഇതൊക്കെ എല്ലാത്തിനും ക്ലൂ 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 ക്ലൂ. ഒരു ചെറിയ പേര് തന്നെ ക്ലൂ ക്ലൂ എന്നാക്കാം ഇനി. ഒരു ചെറിയ ക്ലൂ തരൂ. ഒരു ചെറിയ ഞാൻ ഈ കളി വിട്ട് പോണേ. ഞാനല്ലേ പറയേണ്ടത്, എന്നെ തോപ്പിച്ചിട്ട് ഞാനാ കളി വിട്ടോ. ഒരു ചെറിയ ക്ലൂ എനിക്കറിയാൻ മനസ്സിലായി. അത് മനസ്സിലായി. പാട്ട് സിനിമ ഏത് സിനിമ ഏതാണ്? പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. പൂങ്കാറ്റിനോട് ആ സിനിമ പാട്ടല്ലേ? ആ സിനിമയിലെ പാട്ടല്ലേ? അല്ല അതല്ലേ പാട്ട്. പാട്. ഞാൻ പാടി അവര് ഓടിപ്പോയി പാടിക്കോ എനിക്ക് വേണ്ടി. പാട്. പൂങ്കാറ്റി അതല്ലേ പാട്ട്. എനിക്ക് വേണ്ടി നിധി പാടുണ്ട് ആ പാട്ട്. ആ തുറന്നേരാ പാട്ട് തോന്നട്ടെ. ഐഡന്റിഫൈ ചെയ്യുന്നില്ലേ ഞാൻ? കഷ്ടം കഷ്ടം. മ്യൂസിക് ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ മോഹം നോക്കി ഞാൻ പോടെ തോപ്പിച്ചിരിക്കുന്നു. എനിക്ക് വെറും 2.5 മാർക്കും ഇവിടെ 5.5 മാർക്ക്. വേണമെങ്കിൽ കുറച്ചുകൂടി ചോദിക്കണം. ലാസ്റ്റ് ചോദിക്കും, കാരണം ഞാൻ 6 കൊടുത്തു, എനിക്ക് 5 കിട്ടിയുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഞാൻ അവരോട് ചോദിക്കും. ഒരെണ്ണം കുയിലെ 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 ദൂണ്ട കളി 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 കള്ളിപ്പൂങ്കുയിലെ അതല്ലേ? അല്ല, ഏറ്റവും ഈസി ആ പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ കൊടുത്താണ്. ഇത് പറഞ്ഞ കാര്യമില്ല, അതിന്റെ മ്യൂസിക് അതാണ്. അതുകൊണ്ടാണ്. ഒന്ന് പാടിക്കോ, നിധി പാടിക്കോ 2 വരി. കള്ളിപ്പൂങ്കുയിലെ തേങ്ങയിലെ. അപ്പൊ ഞാൻ 3.5 പോയിന്റ് ആയിട്ട് ഞാൻ തൊട്ട് പിന്നിലുണ്ട് കേട്ടോ. നിധി 5.5 പോയിന്റ്. അപ്പൊ ഈ ചലഞ്ചില് ഞാൻ തോറ്റിരിക്കുന്നു. തോൽവി സമ്മതിച്ചില്ല, തോറ്റു. നേരത്തെ പറഞ്ഞതുപോലെ തോറ്റാലേക്ക് 100 രൂപ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങോട്ട് തരുന്നതാണ് ഏറ്റവും നല്ലത്. കയ്യിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചലഞ്ച് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? നമ്മുടെ ചലഞ്ച്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ഷെയറും ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത ദിവസം ഞങ്ങള് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ബൈ.